രുചി മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന നല്ലൊരു വിഭവമാണ് പാവട. അത് ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ആവശ്യമായ സാധനങ്ങൾ: 1 കപ്പ് അരിപ്പൊടി, അധികം ശർക്കര പാനിയാണ് ഇത്. അത് ലൂസായിട്ടുള്ള ശർക്കര കടയിൽ നിന്നും കിട്ടും, അതാണെങ്കിലും മതി. ഇത് 7 ഏലക്കയാണ്, അത് പൊടിച്ചത് ആവശ്യമായ. 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ചുക്കുപൊടി, തേങ്ങ 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, ചെറുപയർ പരിപ്പ് പുഴുങ്ങിയത് 1 കപ്പ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ചെറുപയർ പരിപ്പ് ഇങ്ങനെ പുഴുങ്ങിയെടുക്കുന്നതാണ്. ആദ്യമേ അത് ചൂടാക്കുക. അതിനുശേഷം അത് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. ചെറുപയർ ക്രഷ് ചെയ്തതിന് ശേഷം അത് പാറ്റിപ്പെറുക്കി തൊലി കളഞ്ഞ് മാറ്റി പരിപ്പായി. അതിനുശേഷം നമുക്ക് ചെറുപയർ പുഴുങ്ങിയെടുക്കാം. ആദ്യമായി നമുക്ക് മാവ് കുഴയ്ക്കാം. അതിനുശേഷം ഈ അരിപ്പൊടി നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കാം. ഇതിനാവശ്യമായ ഉപ്പ് ചേർക്കുക. ചെറു ചൂടുവെള്ളത്തിൽ ഈ അരിപ്പൊടി നമുക്ക് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മൾ മാവ് കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇത് അധികം ലൂസാകാനും പാടില്ല, അധികം കട്ടിയാകാനും പാടില്ല. മീഡിയം പരുവത്തിന് കുഴിച്ചെടുക്കുക. പാവ് കാച്ചി ശർക്കരയ്ക്കകത്ത് ആദ്യം ചെറുപയർ ചേർക്കുക. അത് കഴിഞ്ഞ് തേങ്ങാപ്പീര ചേർക്കുക. ഒരു ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ചുക്കുപൊടി, 7 ഏലക്ക ചതച്ചത്, ഇതെല്ലാം കൂടി നമുക്ക് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് അടുപ്പിൽ വെച്ചൊന്ന് പറ്റിച്ചെടുക്കാം. ഗ്യാസിന്റെ ഫ്ലെയിം നമുക്ക് ഒരു മീഡിയം ഇട്ടിട്ട് ഇത് പറ്റിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാ കൂട്ടും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അട ഉണ്ടാക്കാം. ആദ്യമായിട്ട് കുറച്ച് മാവെടുത്ത് ഇലയിൽ കനം കുറച്ച് പരത്തുക. തീരെ കനം കുറച്ച് വേണം പരത്താൻ. കൈ ഇടയ്ക്കിടയ്ക്ക് നനച്ചും കൊടുക്കണം, എന്നാലേ ആ പരത്താനൊരു സ്പീഡ് വരികയുള്ളൂ. തീരെ കനം കുറച്ച്. അതിനുശേഷം നമുക്ക് ഇത് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ട് അതിൽ ഫില്ല് ചെയ്യാം. എല്ലാ സൈഡിലും ഇത് കൂട്ട് എത്തിയിരിക്കണം. അത് നല്ല ഇതായിട്ട് നല്ലവണ്ണം നിരത്തി വേണം വയ്ക്കാൻ. എടുത്തതിന് ശേഷം നമുക്ക് അത് മടക്കി 2 വശം ചുരുട്ടി മേളും ചുരുട്ടണം.
അങ്ങനെയാണ് ഈ വാവടയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അങ്ങനെയാണ്. മടക്കി രണ്ട് വശവും അങ്ങനെ രണ്ട് സൈഡും ചുരുട്ടി മേളും മടക്കുക. ഇങ്ങനെയാണ് വാവട ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഇങ്ങനെ